അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സൗദിയിൽ ഉംറ സംഘം സഞ്ചരിച്ച ബസ് കത്തി 42 മരണം എന്നൊരു വാർത്ത വരുന്നു. ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചതിനു പിന്നാലെ തീപിടിച്ചു. ബസ്സിൽ ഉണ്ടായിരുന്നത് 43 ഹൈദരാബാദ് സ്വദേശികളാണ്. മരിച്ചവരിൽ 20 സ്ത്രീകളും 11 കുട്ടികളുമുണ്ട് എന്നറിയുന്നു. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ഈ അപകടമുണ്ടായത്. എസ് രഞ്ജിത്ത് ദുബായിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, എപ്പോഴാണ് ഈ സംഭവം? ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കാരണം പ്രത്യേകിച്ച് ഈ നിരത്തുകളിലൊക്കെ വേണ്ടത്ര സുരക്ഷ ഉണ്ടാകുമല്ലോ. ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മരിച്ചവരെല്ലാം ഈ ഇന്ത്യയിൽ നിന്ന് പോയ, ഹൈദരാബാദിൽ നിന്ന് പോയ ആളുകളാണോ? ഡോക്ടർ അരുൺകുമാർ, അതിദാരുണമായ ഒരു വാർത്തയാണ് സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആണ് അപകടമുണ്ടായത്. ഈ ഉംറ സംഘം സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ കൂട്ടിയിടിക്ക് പിന്നാലെ ബസ് പൂർണ്ണമായും കത്തുകയായിരുന്നു. ഈ ബസ് കത്തിയത് കൊണ്ട് തന്നെ ഇതിൽ അകത്തുണ്ടായിരുന്ന ആളുകൾക്കൊന്നും പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഈ അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. അപകടത്തിൽ 42 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മരിച്ചവരിൽ 20 സ്ത്രീകൾ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ 11 കുട്ടികളും ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. ഈ മരിച്ചവരെല്ലാവരും ഹൈദരാബാദ് സ്വദേശികളാണ്. ഇവർ ഉംറയ്ക്ക് വേണ്ടി സൗദി അറേബ്യയിലേക്ക് പോയതാണ്. 43 പേരാണ് ആകെ ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. മക്കയിലെ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുന്നതിനിടെ ആ ഒരു യാത്രാ മധ്യയാണ് അപകടമുണ്ടായത്. ബദറിനും മദീനയ്ക്കും ഇടയിലുള്ള മുഫറഫാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയും ഒപ്പം തന്നെ തൽക്ഷണം തീപിടിക്കുകയും ഉണ്ടായത്. ഇതിന് പിന്നാലെ സിവിൽ ഡിഫൻസ് വിഭാഗം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അവരെ ഈ പലരെയും ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികളൊക്കെ നടത്തി. പക്ഷേ അപ്പോഴേക്കും ഈ അപകടത്തിന്റെ ആഘാതം വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. കാരണം ബസ് പൂർണ്ണമായും കത്തി നശിച്ച ഒരു അവസ്ഥയിലായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. മൃതദേഹം ഇപ്പോൾ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതേസമയം ഈ അപകട കാരണം സംബന്ധിച്ച ഒരു ഔദ്യോഗിക വിവരം കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്താണ് ഈ അപകടത്തിന്റെ ഒരു യഥാർത്ഥ കാരണം? ഈ ബസ്സിന്റെ പിഴവാണോ അതല്ല ടാങ്കർ ലോറിയുടെ പിഴവാണോ എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്തായാലും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. രഞ്ജിത്താണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സൗദിയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ഉംറയ്ക്ക് പോയ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് ടാങ്കറുമായിട്ട് കൂട്ടിയിടിച്ചത്. ഇന്നലെ രാത്രി 1:30 ഈ അപകടമുണ്ടായത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന യാത്രക്കിടയിലാണ് ഈ അപകടം. ടാങ്കറുമായിട്ട് കൂട്ടിയിടിച്ചു. 42 പേര് മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ത്യയിൽ നിന്ന് പോയവരാണ്. അത് ഹൈദരാബാദ് സ്വദേശികളാണ് എന്നാണ് ഇപ്പോൾ രഞ്ജിത്ത് UAE യിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കതിന്റെ കൂടുതൽ